ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ജീവമാതാ കാരുണ്യ ഭവൻ അനാഥ മന്ദിരം നടത്തിപ്പുകാരി ഗിരിജയ്ക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അവരുടെ അയൽവാസി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പുതിയ വാർത്ത. ഗിരിജ എന്ന് പറയുന്ന നടത്തിപ്പുകാരുടെ ആദ്യത്തെ പേര് അമ്പിളി എന്നായിരുന്നു എന്നും അവരുടെ ആദ്യത്തെ ഭർത്താവിൽ നിന്നും അവർക്ക് വർഷ എന്ന് പറയുന്ന വേറെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ അവരുടെ വീട് പത്തനാപുരത്തായിരുന്നു എന്നും ആ വീട്ടിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ അടക്കം നടന്നതിനെ തുടർന്ന് നാട്ടുകാർ അവിടെ നിന്ന് അവരെ ഓടിച്ചു വിടുകയായിരുന്നു എന്നാണ് അയൽവാസി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കേട്ടാൽ നിങ്ങൾ മൂക്കത്ത് വിലരി വെച്ച് പോകുന്ന ഒരുപാട് വെളിപ്പെടുത്തുകൾ ഇപ്പോൾ അയൽവാസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് അവരുടെ അയൽവാസി നമ്മുടെ ഗിരിജ എന്നറിയപ്പെടുന്ന അമ്പിളിയെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് കേൾക്കാം. അവർ ഈ അനാഥ മന്ദിരം തുടങ്ങിയതിന് ശേഷമാണ് പേര് ഗിരിജ എന്നാക്കി മാറ്റിയത്. ആദ്യത്തെ പേര് അമ്പിളി എന്നായിരുന്നു. അവരുടെ ആദ്യ ഭർത്താവിൽ അവർക്കുണ്ടായിരുന്ന കുട്ടിയുടെ പേര് വർഷ എന്നാണ്. നമുക്ക് ആദ്യം അയൽവാസി നടത്തുന്ന വെളിപ്പെടുത്തലൊന്ന് കേൾക്കാം. വർഷയുണ്ട് മോൾ, ആ കൊച്ചിന് കാര്യം എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി പേഴ്സണൽ എനിക്കൊന്നും അറിയത്തില്ല. 23-24 വയസ്സെങ്ങാണ്ടുള്ള കൊച്ചിന് അത് അങ്ങനെ മോശമായിട്ടുള്ള ഇതൊന്നും നമ്മൾ കേട്ടില്ല. പക്ഷെ ഈ അമ്മയും പോലും ആൾ ശരിയല്ല. ഇതിന്റെ ഇടയിൽ സുനിൽ എന്ന് പറയുന്ന ഒരാള് കൂടെ ആയിരുന്നു ഇവര് അന്ന് അവൻ പറഞ്ഞു വർഷേ, അതായത് ഈ അമ്പിളിയുടെ മോളെ വർഷയെ സുനിലിനെ കെട്ടിച്ചു കൊടുക്കണം. ഇവരെല്ലാവരും സുനിൽ എല്ലാവരോടും പറയുന്നു ഞാൻ അമ്പിളിയുടെ മോളെ അമ്പിളിയുടെ കൂടെ ആയിരുന്നു നടക്കുന്നത്. പിന്നെ എല്ലാ രീതിയിലും ഫിസിക്കലി മെന്റലി എല്ലാ രീതിയിലും അവര് ഒന്നായിരുന്നു. അവന് ഒരു 10-33 വയസ്സെങ്ങനെ കാണും. ഈ സുനിലിന് 34 വയസ്സ്, അതിൽ കൂടുതൽ കാണത്തില്ലായിരിക്കും. ഇപ്പം ഇവരെ ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും പോകുന്നതും എല്ലാ രീതിയിലും അവർ ഒരുമിച്ചായിരുന്നു. അന്നേരം ഈ സുനിൽ എല്ലാവരോടും പറഞ്ഞു നടക്കുമായിരുന്നു ഞാൻ ഈ വർഷം കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞു നടക്കുമായിരുന്നു. ഈ വർഷയ്ക്ക് ഇപ്പോഴത്തെ ഈ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് അല്ലാതെ അതിന് മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടന്നായിരുന്നു. ഇവരുടെ റിലേറ്റീവ് തന്നെ, ഇവരുടെ ചേച്ചിയുടെ മോളുണ്ട്, ചേച്ചിയുടെ മോള്, അതായത് ഇതിന്റെ അകത്ത് പൈ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ചേച്ചിയുടെ കാര്യം മല്ലികയുടെ മോളുടെ മരുമോന്റെ അനിയനോട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഈ അമ്പിളിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ആ ചെറുക്കം വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയതാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവരെന്തൊക്കെയോ ആ ഇതേത്തെ പ്രശ്നങ്ങൾ കാരണം വേണ്ടാന്ന് വെച്ച് പോയാണ്. അപ്പോൾ അയൽവാസി പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. ആദ്യ ഭർത്താവിൽ അവർക്ക് വർഷ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് എന്നും അവരെക്കുറിച്ച് മോശമായ കാര്യങ്ങളൊന്നും തന്നെ അവർക്കും പറയാനില്ല. എന്നാൽ ഈ അമ്പിളിയെക്കുറിച്ചും അവരുടെ മകൻ വിഷ്ണുവിനെക്കുറിച്ചും വളരെ മോശകരമായ കാര്യങ്ങളാണ് അയൽവാസികൾ പുറത്തുവിടുന്നത്. അവർ പറയുന്നുണ്ട് ഈ വർഷ എന്ന് പറയുന്ന സ്ത്രീയെ അവരെ ഒപ്പം കൊണ്ടു നടക്കുന്ന സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നും എല്ലാം ഫിസിക്കലായും മാനസികമായും എല്ലാം തന്നെ അവർ ഒന്നായിരുന്നു എന്നാണ് ആ അയൽവാസി പറയുന്നത്. അവർക്ക് ഈ വർഷയെ കല്യാണം കഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ അമ്പിളി ഈ സുനിലിനെ കൂടെ കൊണ്ട് നടന്നത്. അതിൻ്റെ മുന്നേ ഈ വർഷയ്ക്ക് വേറെ ഒരു കല്യാണ ആലോചന എൻഗേജ്മെൻറ്റ് വരെ നടന്നതാണ് എന്നും അവർ ഈ അമ്പിളിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം എൻഗേജ്മെൻറ്റിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അത്രക്കും മോശപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു നമ്മുടെ ഗിരിജ എന്ന് പറയുന്ന ഈ അനാഥ മന്ദിരം നടത്തിപ്പുകാരി നടത്തി വന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അതുപോലെ തന്നെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ കൂടി അവർ വെളിപ്പെടുത്തും. നമുക്കതൊന്ന് കേൾക്കാം. അങ്ങനെ ആ ഫസ്റ്റ് എൻഗേജ്മെന്റിന്റെ സമയത്ത് സുനിലിന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ വർഷയെ സുനിലിനെ കെട്ടിച്ചു കൊടുക്കണമെന്നുണ്ട്. അമ്മളിയപ്പം പറഞ്ഞു മോളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ അവിടെ തന്നെ ഒരു രമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവരെ കെട്ടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിക്ക് 18 വയസ്സുള്ളായിരുന്നു. രമ്യ എന്ന് പറയുന്ന കുട്ടിക്ക് 18 വയസ്സുള്ളായിരുന്നു. അങ്ങനെ ഈ അമ്പിളി തന്നെയാണ് കല്യാണം. പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. അങ്ങനെ ഈ പെൺകുട്ടി ആ പയ്യനും തമ്മിൽ ഒരു ലൈൻ സെറ്റാക്കി കൊടുത്തിട്ട് അവസാനം ആ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു ഇവന്റെ കൂടെ ഇറക്കി വിടുകയാണ് ചെയ്തത്. കല്യാണമൊന്നുമല്ല, ആ കുട്ടി 18 വയസ്സ് കഴിഞ്ഞു കുട്ടിയെ വീട്ടിൽ വിട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയിരുന്നു ഈ സുനിലിന്റെ കൂടെ. കാരണം സുനിലിന്റെ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് തലയെ ഒഴിച്ചു വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് രമ്യ അതിനകത്ത് ഇരയാക്കി ചെയ്തേ. രമ്യക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു 22-23 വയസ്സെങ്ങാണ്, 22-23 വയസ്സ് കാണുമായിരിക്കും. ആ കുട്ടിക്ക് ഇപ്പൊ 2 കുട്ടികളുണ്ട്. ഈ സുനിൽ എന്ന് പറയുന്ന ആ വ്യക്തിയും ഈ കുട്ടിയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. സംശയം, അടി, ബഹളം, അങ്ങനെ ഭയങ്കര എല്ലാ രീതിയിലും ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തിയതാണ്. ഓരോ നിൽക്കുന്ന ഓരോ കുട്ടികൾക്കും ഈ രമ്യയോട് തിരക്കി കഴിഞ്ഞാൽ അമ്പിളിയെ പറ്റി പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളാണ്. അവിടെ നിന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇവരെ അപ്പോൾ വർഷയെ കെട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞതല്ലാതെ അവസാനം അമ്പിളി വർഷയെ കെട്ടിച്ചു കൊടുത്തില്ല എന്നും അമ്പിളിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തി വന്ന ആളായിരുന്നു ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തി. അവസാനം അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ മോശത്തരം, ചെറ്റത്തരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരെ മറ്റൊരു കുട്ടി അവർ സെറ്റാക്കി കൊടുത്തു എന്നുള്ളതാണ്. ആ കുട്ടിയുടെ പേര് രമ്യ എന്നാണ്. ആ രമ്യ എന്ന് പറയുന്ന കുട്ടിക്ക് 18 വയസ്സ് തികയുന്ന സമയത്താണ് ഈ സുനിൽ എന്ന് പറയുന്ന ആൾക്കാർക്ക് കല്യാണം ആലോചിക്കുന്നത്. പക്ഷേ രമ്യയുടെ വീട്ടുകാർ അതിന് സമ്മതം മൂടുന്നില്ല. അത് പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം ഇതേ പരിപാടി തന്നെ അവർ അവിടെ ആവർത്തിച്ചു എന്നുള്ളതാണ്.
18 വയസ്സ് പൂർത്തിയാക്കുന്ന രീതിയിൽ സുനിലുമായി സെറ്റാക്കിക്കൊണ്ട് ഒരു ഒളിച്ചോട്ടത്തിനും അതുപോലെ തന്നെ രജിസ്റ്റർ മാരേജിനുമുള്ള കളം ഒരുക്കി കൊടുക്കുകയാണ്. ഇവർക്ക് അവിടെ എന്താണ് പണി? കൂട്ടിക്കൊടുപ്പാണ് പണി എന്നിവരെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. 18 വയസ്സാവുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനും അവരുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടാനും ഒന്നും സമ്മതിക്കാതെ ആ സമയത്ത് അവിടെ നിന്ന് ഒളിച്ചോടി കല്യാണം എന്നുള്ള രീതിയിലേക്ക് അതിനെയും അങ്ങനെ സെറ്റാക്കി വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ പറയുന്ന രമ്യയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അടിയും പിടിയും കച്ചറയും കുത്തും ചവിട്ടും അതുപോലെ തന്നെ ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുകയാണ് എന്നിവരെ അയൽവാസികൾ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി അവർ നടത്തിയിരിക്കുകയാണ്. അന്തേവാസികളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മൾ കേൾക്കാൻ അറയ്ക്കുന്ന കുറച്ച് ചില കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. നമുക്കതുകൂടി കേൾക്കാം. ഒരിക്കലും ഒരു കുട്ടി പോലും നല്ല അഭിപ്രായം പറയത്തില്ല. അതാണ് സത്യം. കുട്ടികളെ, അവിടെ നിൽക്കുന്ന കുട്ടികളെ മെന്റലി ഫിസിക്കലി അവർ നല്ലപോലെ ഉപദ്രവിക്കാറുണ്ട് എല്ലാ രീതിയിലും. ഓക്കെ, എവിടേക്കോ പോയി ആദരവ് അതും ഇതൊക്കെ കാണുമ്പോൾ. അതുപോലെ ഈ അമ്പിളിക്ക് ഇതാണ് ജോലി. മരുമോന് പ്രത്യേകിച്ചൊരു ജോലിയില്ല, മോക്കൊരു ജോലിയില്ല, മോനൊരു ജോലിയില്ല. എല്ലാവരും ഇവിടെ തന്നെ ഇതിന്റെ ആ പാവപ്പെട്ട കുട്ടികൾക്കും അമ്മമാർക്കും ഡൊണേറ്റ് ചെയ്യുന്ന ജനങ്ങൾ കൊടുക്കുന്നതിൽ നിന്ന് ഒരു പങ്ക് പറ്റിയാണ് ഇവർ ജീവിക്കുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷെ അതിന്റെ ഒരു അംശം, ഒരു 100 അംശം പോലും അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് എത്തുന്നില്ല. കാരണം അവിടെ ഫുഡ്, അവിടെ ജോലി ഉണ്ടായിരുന്നു. ബിൽഡിംഗ് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, അവിടെ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അവരല്ല, നേരത്തെ സ്ഥിരം അവിടെ എന്ത് ബിൽഡിങ്ങിന്റെ എന്ത് ഗേറ്റ് ആയിട്ടാണ് ഊഞ്ഞാല് അങ്ങനത്തെ നേരത്തെ റൂഫിംഗ് വർക്ക് അങ്ങനെ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ആ പൊക്കോണ്ടിരുന്ന ആൾക്കാർക്ക് വീട്ടുകാർ ഫുഡ് കൊണ്ടുവരാൻ പറയും ഇവിടുന്ന് കഴിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവർ ഫുഡ് കഴിച്ചിട്ട് അവര് വന്ന് പറഞ്ഞതാണ്, അവിടെ വെക്കുന്ന ചോറ് റേഷനരി വീട്ടിൽ ഉണ്ടാക്കുന്ന പിന്നെ ഭേദമാണ്, കഞ്ഞിയാണോ ചോറാണോ എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അവർ ആ ഒരു ദിവസം അന്ന് ഫുഡ് കഴിച്ചില്ല, കൈയിട്ട് ഇളക്കിയിട്ട് അവരത് വെച്ചിട്ട് പോരുന്നു. 2 ദിവസം ലൂസ് മോഷനായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബിൽഡിങ്ങിന്റെ ജോലിക്ക് സ്ഥിരം പൊക്കോണ്ടിരുന്ന ആൾക്കാരാണ്. അവര് പറഞ്ഞ പിറ്റേന്ന് അവർ വീട്ടിൽ ഫുഡ് കൊണ്ടുപോയപ്പോ പിന്നെ അമ്പിളി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത്, ഇവിടെ നിന്ന് തെറ്റില്ലേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ ചേച്ചി മനുഷ്യര് പട്ടി കഴിക്കുമോ ചേച്ചി ചോർന്ന് ചോദിച്ചു. അയ്യോ, അത് ഇവിടുത്തെ അമ്മമാർക്കും പിള്ളേർക്കും കൊടുക്കുന്ന ചോറ്, ഞങ്ങൾക്ക് വെക്കാൻ വേറെ ഫുഡുണ്ട്, അത് തരാനാ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞ കൊച്ചു അറിയാതെ ചെയ്തിരിക്കും, നാളെ തൊട്ട് കൊണ്ടുവരണ്ട, ഞങ്ങൾക്ക് വേറെ ഫുഡ് വെക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് തരാം. അപ്പോൾ വെൽഡിങ്ങിന് ജോലിക്ക് വരുന്ന ആൾക്കാർ അവിടെ നിന്ന് 2 ദിവസം ഭക്ഷണം കഴിച്ചപ്പോൾ അവർക്ക് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു എന്നും 2 ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു എന്നും. അപ്പോൾ ഗിരിജ അവരോട് ചോദിച്ചു പോലും എന്താണ് നിങ്ങൾ ഭക്ഷണം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ റേഷൻ അരിയേക്കാൾ മോശമായ ഭക്ഷണമാണ് ഇവിടുന്ന് കിട്ടിയത് എന്നും അത് തിന്നിട്ട് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി, അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോൾ ഗിരിജ പറയുകയാണ്, അത് ഇവിടുത്തെ അന്തേവാസികൾക്ക് കൊടുക്കാൻ വെച്ച ഭക്ഷണം നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്, അതാണ് പ്രശ്നം പറ്റിയത്, അല്ലാതെ ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വെക്കുന്ന വേറെ നല്ല ഭക്ഷണമുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് തരാനാണ് പറഞ്ഞത്, അത് അവരുടെ ഭാഗത്ത് പറ്റിയ ഫാൾട്ടാണ്, നാളെ മുതൽ നിങ്ങൾ കൊണ്ടുവരേണ്ട, ഞങ്ങൾക്ക് വെക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് തരാമെന്നാണ്. അപ്പോൾ അന്തേവാസികളെ അവർ കാണുന്നത് ഏത് ഒരു മൃഗത്തിന് തുല്യമായിട്ടാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ആ സ്ത്രീ ഇപ്പോൾ പറഞ്ഞത്. കാരണം അവർക്ക് വേറെ ഫുഡാണ് വെക്കുന്നത്, നല്ല ഫുഡാണ്, കഴിക്കാൻ പറ്റുന്ന ഫുഡാണ്. അന്തേവാസികൾക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ റേഷൻ അരിയേക്കാളും മോശമായ കഞ്ഞിയോ ചോറോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വളരെ മോശകരമായ ഒരു സംഭവമാണ്. വലിയ സംഭാവനയാണ് അവർ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്നും അവർ അടിച്ചു മാറ്റുന്നത് എന്നുള്ളതാണ് ഈ അയൽവാസികൾ പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് കാറും അതുപോലെ തന്നെ ബംഗ്ലാവും അതുപോലെ തന്നെ ഡ്രൈവറും അതുപോലെ തന്നെ എസ്റ്റേറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിന് ഈ ഡോക്ടർ ഗിരിജ എന്ന് പറയുന്ന അമ്പിളിക്ക് വേറെ ഒരു ജോലിയൊന്നുമില്ല. അതുപോലെ തന്നെ അവരുടെ മകനും ഈ നടത്തിപ്പ് തന്നെയാണ്, ആർക്കും വേറെ ഒരു ജോലിയുമില്ല. പക്ഷേ എങ്ങനെയാണ് ഇവർ സുഖലോലുപരായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചു പോകുന്നത് എന്ന് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവർക്ക് അതിലൊരു അംശം അവർക്ക് പറ്റി ജീവിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ തീർച്ചയായിട്ടും അവിടുത്തെ അന്തേവാസികളുടെ ജീവിതം ഇത്രക്കും ദുരിതപൂർണമാണ് എന്ന് ലോകങ്ങൾ അറിയപ്പെടുന്നത് ഇപ്പോഴാണ്. നന്മ മുഖം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഖം പൊതുജനങ്ങളുടെ മുന്നിൽ കാണിക്കുകയും അതുപോലെ തന്നെ അന്തേവാസികളുടെ അടുത്തും അവിടുത്തെ താമസിക്കുന്ന പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികളുടെ അടുത്തും അവർ കാണിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയാണ്. അതുപോലെ തന്നെ അവരുടെ മകൻ ഇപ്പോൾ കല്യാണം കഴിച്ച ഈ പ്രശ്നത്തിലായിരിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ 18 വയസ്സ് പൂർത്തിയായ ഒരു കുട്ടിയാണ്. അതേ സമയത്ത് ആ കുട്ടി പ്രസവിക്കുന്നത് ജൂൺ മാസം 2-ാം തീയതിയാണ്. ഏകദേശം 7-ാം മാസത്തിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിക്കാണ് അവിടെ അവർ ജന്മം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം അത് പോസ്കോ കേസാണ്. കാരണം ആ കുട്ടി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 100% അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ അത് ഏറ്റവും വലിയ ഒരു തെറ്റാണ്, ഏറ്റവും വലിയ അനാഥ മന്ദിരത്തിൻ്റെ
കീഴിൽ നടത്തിപ്പിൽ വന്ന ഏറ്റവും വലിയ ഒരു കൊള്ളരുതായ്മ തന്നെയാണ്, ഒരു പാളിച്ച തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പോസ്കോ കേസ് ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 7 വർഷം വരെ തീർച്ചയായിട്ടും അവർക്ക് കുറ്റവും അതുപോലെ തന്നെ ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഇപ്പോൾ ആ അനാഥ മന്ദിരം അടിച്ചു പൂട്ടി സീല് വെക്കാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ആ അനാഥ മന്ദിരത്തിലുള്ള അഗതികളെ തീർച്ചയായിട്ടും അന്തേവാസികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനാണ് ഗവൺമെൻറ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് അവസാനമായി ആ വാർത്ത കൂടി ഒന്ന് കാണാം. ഇനി പത്തനംതിട്ടയിൽ തന്നെ മറ്റൊരു വാർത്തയിലേക്കാണ്. പത്തനംതിട്ടയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും പെൺകുട്ടികളെ മാറ്റാൻ തീരുമാനം. 22 പെൺകുട്ടികളെ CWC അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും. സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കിയേക്കും. അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് എടുത്തിരുന്നു. വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അന്തേവാസികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള തീരുമാനം സർക്കാർ തലത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ പുറത്തുവിട്ട വാർത്തകൾ എല്ലാം തന്നെ സത്യസന്ധമായിരുന്നു. അവിടെ ഇത്തരം ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ സർക്കാരിനും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോസ്കോ കേസ് അടക്കമുള്ള കേസുകൾ നമ്മുടെ ഗിരിജക്കും അതുപോലെ തന്നെ അവരുടെ മകൻ വിഷ്ണുവിനും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ആൾക്കാർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ അന്തേവാസികളെ നല്ല ഒരു സ്ഥലത്തേക്ക് മാറ്റാനും ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. തീർത്തും നല്ല ഒരു കാര്യം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നല്ലൊരു വീഡിയോയുമായി വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.